മെട്ടിട്ട് ഇത് കണ്ട ഈ കല്ലിൽ കിടക്കുന്ന ഇതാണ് നമ്മളെ മിരുവം. ഇതാണ് മിരുവം കിടന്നു കണ്ട. മിരുവം എന്ന് പറഞ്ഞാൽ ആമ എന്നാണ്. ആമനെ ഞങ്ങൾ പറയുന്നത് മിരുവം എന്നാണ്. എൻ്റെ ദ്വീപിൽ അങ്ങനെയാണ് പറയുന്നത്. ദ്വീപിൽ തന്നെ പല ഭാഷയാണ്. അതിപ്പോൾ കേരളത്തിലും അങ്ങനെ തന്നെയല്ലേ. ഓരോ ജില്ലക്ക് അതിൻ്റെതായ ഒരു ഭാഷാ ശൈലി ഉണ്ടാവും. ദ്വീപിലും അങ്ങനെ തന്നെ. ദ്വീപിൽ എല്ലാ ശൈലിയും ഒന്നാണെങ്കിലും വാക്കുകൾക്കൊക്കെ ചെറിയ വ്യത്യാസങ്ങളും ഈ ശൈലിയിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് കാസർഗോട്ടുകാരത് വേറെ, കോട്ടയക്കാരത് വേറെ, മലപ്പുറം കോഴിക്കോട് വേറെ, അങ്ങനെ ഓരോന്നല്ലേ. അതേപോലെ ഓരോ ദ്വീപിലും ഓരോ ഭാഷയുണ്ട്. അപ്പം ഞങ്ങളവിടെ ഇതിന് പറയുന്നത് മിരുവം എന്നാണ്. ഈ സാധനം ഇത് മുട്ടയിടുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഈ മുട്ടയിടുന്ന രംഗം കാണണമെങ്കിൽ രാത്രിയാവണം. രാത്രിയാണ് ഇത് മുട്ടയിടുന്നത്. അപ്പോൾ നമുക്ക് രാത്രി ഇതിൻ്റെ പരിപാടികളൊക്കെ കാണാം. ഇത് മുട്ടയിടുന്നത് കടലിലല്ല, ഇത് കരയിൽ കയറിയിട്ടാണ് മുട്ടയിടുക. മുട്ടയിടുന്ന രംഗങ്ങളൊക്കെ നമുക്ക് ഏതായാലും കാണാം. അപ്പോൾ രാത്രിയാവട്ടെ. നേരത്തൊക്കെ ഭയങ്കര ശല്യമായിരുന്നു. കാരണം ഈ ലഗൂണിൻ്റെ അകത്തുള്ള ചെടികള്, അവിടെയുള്ള പുല്ലുകള്, പവിയപ്പുറ്റുകള്, അങ്ങനെ അതിനൊക്കെ നശിപ്പിക്കുന്നുള്ളത് കൊണ്ട് പഴയ ആളുകളൊക്കെ ഇതിനെ ആട്ടി ഓടിക്കലുണ്ടായിരുന്നു. ചെറിയ മീനുകളൊക്കെ ഇത് വരുമ്പോൾ മീനുകളൊന്നും ഉണ്ടാവില്ല, പേടിച്ച് അവർ ഓടിപ്പോകും. ഇത് നെയ്യിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. പഴയ ഓടങ്ങൾക്കൊക്കെ നെയ്യ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓടെന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ മാതിരിയുള്ള ഈ ഫൈബർ ഓടല്ല, ഈ ഇതേപോലെയുള്ള ഓടങ്ങളാണ്. ഏതായാലും മിരുവം മുട്ടയിടുന്നത് കാണാൻ നമുക്ക് ബംഗാരത്തിലേക്കൊന്ന് വിട്ടാലോ? വാ, വരി, നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഓടം ശരിയാവില്ല. ഈ ഓടം തുഴഞ്ഞു പോകേണ്ടി വരും. ഇത് നമുക്ക് ശരിയാവില്ല. ഒരു 3/4 മണിക്കൂറൊക്കെ അകത്തിന്ന് ബംഗാരത്തിലേക്കുണ്ട്. നമ്മൾ തുഴഞ്ഞു പോയാൽ നമ്മളെ ഊപ്പാട് ഇളകും. പിന്നെ പായ വലിച്ചു പോകണം. അതൊക്കെ ഇപ്പോൾ നടക്കുന്ന വിഷയമല്ല. പിന്നെ ഔട്ട് ബോർഡ് ഘടിപ്പിച്ചതിൽ പോകണം. നമുക്ക് ഏതായാലും ഇതൊന്നും ശരിയാവില്ല. നമുക്കൊരു ബോട്ട്, ചെറിയൊരു ബോട്ടിൽ വിടാം. ഓക്കെ, നമുക്ക് പോകുന്ന വഴിക്ക് പല കാഴ്ചകളും കാണാം. പിന്നെ അതേപോലെ തന്നെ ബംഗാരത്തിൽ പല കാഴ്ചകളും കാണാം. അവിടെ മീൻ പിടിക്കുന്നതും മറ്റുമൊക്കെ കാണാം. ബംഗാരം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ ഇതാ ബംഗാരം എത്തി തുടങ്ങി. ആ കാണുന്ന ബംഗാരല്ല, അത് ബംഗാരത്തിന്റെ അപ്പുറത്തുള്ള തിണ്ണകര, പരളി, അങ്ങനെയുള്ള ദ്വീപാണ്. ഏതായാലും നമുക്കൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വേലി ഇറക്കത്തിന്റെ സമയമാണ്. നമ്മളിപ്പോൾ ഏതായാലും അകത്തോട്ട് കടന്നു. പക്ഷെ വളരെ ശ്രദ്ധിച്ചേ പോകാൻ പാടും. ഭയങ്കര വലിയ വലിയ കല്ലുകളാണ്. ഇതാ ഈ കാണുന്ന കല്ല് കണ്ടോ, ഭയങ്കര കല്ലാണ്. ഇതിലൊക്കെ ബോട്ട് എത്തിയാൽ ബോട്ട് തകർന്നു പോകും. വലിയ വലിയ കല്ലുകളാണ്. ഇത് ലഗൂണിന്റെ അകത്തായത് കൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. ഈ കല്ലൊക്കെ എന്ത് കല്ലാണ്. ഏതായാലും ഇവിടെയൊക്കെ ഡൈവ് ചെയ്യാം. നല്ല സൂക്ഷിച്ച് പോകണം. വളരെ ശ്രദ്ധിച്ചാണ് പോകുന്നത് നമ്മളെ ഡ്രൈവർ. ബംഗാരം ഏതായാലും എത്തിത്തുടങ്ങി. നമുക്ക് പല കാഴ്ച, ഇതാണ് കാണുന്ന ബംഗാരം. ബംഗാരത്തിൽ പല കാഴ്ചകളും നമുക്ക് കാണാം. ഇവിടെ തന്നെ കാണാം. നമ്മുടെ ബോട്ടിൽ നിന്നാൽ തന്നെ കാണാം. കരയിലിറങ്ങി കാണാം. മീൻ പിടിക്കുന്നവരെ കാണാം. വല വീശുന്നവരെ കാണാം. പലതരത്തിലുള്ള മീൻപിടുത്തക്കാരും പലതും ഉണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. വളരെ തെളിഞ്ഞ വെള്ളമാണ്. അപ്പം മീൻ പിടിക്കുന്നവരുണ്ട് വേറെ ബോട്ടിൽ. അങ്ങനെ പല തരത്തിലുള്ള ആളുകളുണ്ടാവും ഇവിടെ. ഇത് വല ഫടുന്നവരെന്ന് പറയും. ഫടുന്ന ആളുകൾ. അപ്പോൾ വലയിട്ട് മീൻ പിടിക്കുന്ന ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള മീൻപിടുത്തക്കാരുണ്ട്. വേലി ഇറക്കമായത് കൊണ്ട് കല്ലുകളൊക്കെ, താഴെയുള്ള കല്ലുകളൊക്കെ കാണാം. തെളിഞ്ഞ വെള്ളമാണ്. വളരെ തെളിമയാർന്ന വെള്ളം, നല്ല വെള്ളമാണ്. ഇത് ചൂരയ്ക്ക് വേണ്ടി ചാളെടുക്കുന്ന ആളുകളാണ്. പൂച്ചപ്പെട്ടി എന്ന് പറയും. പൂച്ചപ്പെട്ടിയിൽ നിന്ന് വന്നിട്ട് ചാളെടുക്കുന്ന ആളുകളാണ്. അപ്പം ഇങ്ങനെ പല രംഗങ്ങളും ഇവിടെ കാണും. ഏതായാലും നമുക്ക് ഇത് മീൻ പിടിക്കുന്ന, വേറെ വല ഇട്ട് മീൻ പിടിക്കുന്ന ആളുകളാണ്. ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട്. ഇത് അവിടുത്തെ പവിയപ്പുറ്റൊക്കെ അതിൽ കുടുങ്ങും. പവിയപ്പുറ്റുകളൊക്കെ ഈ വലയിൽ കുടുങ്ങും. ഏതായാലും നമ്മളെ ബോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ബംഗാരത്തിലെത്തിയിട്ടുണ്ട്. ബംഗാരത്തിൽ ഇറങ്ങിയാൽ പല സംഭവങ്ങളും പലതരത്തിലുള്ള കാഴ്ചകളും കാണാം. ഇതൊക്കെ വിറക് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ബോട്ടുകളാണ്. നാട്ടിലേക്ക് വിറക് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ബോട്ടുകളാണ്. കുട്ടികളൊക്കെ അവരുടെ കുട്ടികളാണ്. അവർ വെള്ളത്തിൽ ഇങ്ങനെ കടലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പല കാഴ്ചകളും നമുക്ക് കാണാം. ഏതായാലും രാത്രിയാവണ്ടേ. അതുവരെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഒന്ന് ഡൈവ് ചെയ്യാം. ഡൈവ് ചെയ്തിട്ട് ഈ കടലിൻ്റെ അടിയിലുള്ള സംഭവങ്ങളൊന്ന് കാണേണ്ടത് തന്നെയാണ്. അതൊരു വേറെ ലോകം തന്നെയാണ്. ആ ലോകത്തിലേക്ക് പോയാൽ നമുക്കൊരു നല്ലതാണ്. അതൊക്കെ കാണുന്നത് നല്ലതാണ്. കാരണം നമ്മളെ കോൺസെൻട്രേഷനും മനസ്സമാധാനവും ഒക്കെ ഉണ്ടാകാൻ നല്ലതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടിട്ട്
ഏതായാലും രാത്രി ആയിക്കണ്. നമുക്കേതായാലും ഒന്ന് കടപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം. നമ്മളെ കൂടെയുള്ള ഒരാളുണ്ട്, അയാളെ വിളിച്ചിട്ട് നമ്മൾ വട്ടം എടുത്തിട്ട് നമുക്ക് അവിടുന്ന് വെളിച്ചമൊക്കെ എടുത്തിട്ട് ടോർച്ചൊക്കെ എടുത്തിട്ട് പോയി നോക്കാം. വന്നിട്ടുണ്ട്, നമ്മളാള് കയറിയിട്ടുണ്ട്. കുഴി കുഴിക്കുകയാണ്. കയറിയിട്ട് മിരുവം കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഴി എടുത്തിട്ടാണ് അതിൻ്റെ അകത്താണ് ഇത് മുട്ട ഇടുന്നത്. കുഴീൻ്റെ അകത്താണ് മുട്ട ഇടുക. കുഴി എടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ? അതിൻ്റെ ബാക്കിലുള്ള ആ ചിറക് അതിൻ്റെ ഉള്ളിലേക്ക് മണലിലേക്ക് എടുത്തിട്ട് മണൽ കോരിയിടുകയാണ്. മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിരുവം. മുട്ടയിടുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മിരുവം മുട്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കുഴിച്ചു മൂടും. കുഴിച്ചു മൂടിയിട്ടാണ് പിന്നെ വീണ്ടും കടലിലേക്ക് പോവുക. ആ കുഴി മൂടിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പര് കടലിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. ഇങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഏകദേശം 45-75 ദിവസം എടുക്കും അത് വിരിയാൻ. പക്ഷേ ഈ മണലിൻ്റെ താപനില കൂടുന്നതനുസരിച്ച് വേഗം വിരിയുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൂടി കാണണ്ടേ? ഇതാ പുറത്തേക്ക് വരുന്നുണ്ടോ? ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തേക്ക്, ആ കുഴീൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരികയാണ്. പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കടൽ എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തേക്ക് ഇത് പോവുള്ളൂ. എത്ര നമ്മൾ കൈകൊണ്ട് തിരിച്ചു വെച്ചാലും അത് ആ ഭാഗത്തേക്ക് തന്നെ പോവുള്ളൂ. കടലിൻ്റെ സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് പോവുള്ളൂ. അതിന് ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ചറിയാനുള്ള, കടൽ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് അതിന് പടച്ചതമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ പോവുള്ളൂ. അത് എത്ര നമ്മൾ തിരിച്ചു വെച്ചാലും അത് കടലിലേക്ക് തന്നെ പോവുള്ളൂ. അങ്ങനെ അത് കടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ കണ്ടോ? കടലിലേക്കാണ് പോകുന്നത്. അത് ഓരോ കുഞ്ഞുങ്ങളും അങ്ങനെ കടലിലേക്ക് പോകും. ഏതായാലും നമ്മുടെ മിരുവം മുട്ടയിട്ട് കഴിഞ്ഞു. മുട്ടയിട്ടു എന്ന് മാത്രമല്ല, അത് മുട്ട വിരിക്കുകയും ചെയ്തു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.